നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പെരിയാർ റെസിഡൻസി അഥവാ ഉഴവൂറുള്ള പെരിയാർ റെസിഡൻസി, ഇവിടെ വരുന്ന സെക്യൂരിറ്റികൾ അധികമൊന്നും ആരും നിൽക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ചില നാട്ടുകാരുടെ ചില ഇടപെടലാണ്. ഈ ബാറിൽ മദ്യപിക്കാൻ വരുന്നവർ ബാറിൽ മദ്യപിച്ച് പോകത്തില്ല. ചിലപ്പോൾ സെക്യൂരിറ്റിയുടെ തലയിലോട്ട് ചാടിക്കയറാനായിട്ട് ചെല്ലും. ഈ രണ്ടെണ്ണം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ അവൻ ഒരു ഹീറോയ എന്നുള്ള രീതിയിലുള്ള ഒരു സ്വഭാവവും സംസാരങ്ങളൊക്കെയാണ്. അങ്ങനെ ചില നാട്ടുകാരുണ്ട്. കുടിച്ചു കഴിഞ്ഞാൽ കുടിച്ച് പോയാൽ പോരെ. അതേപോലെ തോന്നിയ പോലുള്ളൊരു പാർക്കിങ് പറഞ്ഞ കേൾക്കത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പം അധികം ആളുകൾ നിൽക്കുന്നില്ല, അങ്ങനെ പോവുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇന്നലെ, അതായത് 15-ാം തീയതി, ഒരു ബൈക്കിൽ 3 ആൾ വന്നു. അപ്പോൾ സെക്യൂരിറ്റി അവിടെ നിൽക്കുന്നു. മാറി നിൽക്കടോ, വണ്ടി വരുന്നത് കാണുന്നില്ല. വണ്ടി വരുന്നത് കാണുന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബൈക്കിന് പോകാൻ ഒരു അധികം സ്ഥലമൊന്നും വേണ്ട. സെക്യൂരിറ്റി നിൽക്കുമ്പോൾ 2 ബൈക്ക് ഇപ്പുറത്തൂടി പോകാനുള്ള ഗ്യാപ്പും സ്ഥലമൊക്കെ അവിടെ ഉണ്ട്, സ്പേസ് ഉണ്ട്. എന്നിട്ടും വെറുതെ മുതുകത്തോട്ട് ചാടി കയറുകയാണ്. എന്നിട്ട് അവർ പറഞ്ഞു, തല്ലിയാൽ ഞങ്ങൾ തിരിച്ചു തരും. സെക്യൂരിറ്റി ഒരു അക്ഷരം അയാളോട് മിണ്ടിട്ടില്ല. ലാസ്റ്റ് സെക്യൂരിറ്റി ചോദിച്ചു, നിങ്ങൾക്ക് പോയാൽ ഈ സ്ഥലം പോരെ. അപ്പം വേറെ ബൈക്ക് ഓടിച്ച് അയാൾ പറഞ്ഞു, സോറി, അത് പിന്നെ ഞങ്ങൾ വെറുതെ പറഞ്ഞാന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ബാറിനുള്ളിൽ കയറിപ്പോൾ ഒരു 5 മിനിറ്റിനുള്ളിൽ തിരിച്ചു വരികയും ചെയ്തിട്ടു, തിരിച്ചു പോയി. അപ്പോൾ ആ വണ്ടി ഏതാണെന്നുള്ളത് നമുക്ക് കാണാം. ആളുകളെ കിട്ടിയിട്ടില്ല, പക്ഷെ ആ ബൈക്കിൻ്റെ ദൃശ്യം ഇവിടെ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. KL 37V 2203. ഇവർ സെക്യൂരിറ്റിനെ ഭീഷണിപ്പെടുത്താനായിട്ടാണ് 3 ആളാണ് വണ്ടിയിൽ വന്നിരിക്കുന്നത്. ബാറിൽ മദ്യപിക്കാൻ വന്നതാണ്. പക്ഷേ ഇവിടെ വന്നിട്ട് സെക്യൂരിറ്റിയായിട്ട് ഇപ്പോൾ വാക്കേറ്റുണ്ടായി. ഓക്കെ. തല്ലിയിട്ടേ ഇവിടെ ഉള്ളൂ എന്നുള്ള രീതിയിൽ അവർക്ക് വണ്ടി എടുത്ത് പോരാനുള്ള ഗ്യാപ്പുണ്ട്. എന്നിട്ട് അവർ നിൽക്കുന്നത് കണ്ടില്ലേ, ഈ വണ്ടി കണ്ടല്ലോ. അത് കഴിഞ്ഞ് രാത്രിയിൽ ഒരു 9 മണി സമയത്ത്, 9 മണി 9:30 10 മണി ആയിട്ടുണ്ടാവും, 10 മണി ആ സമയത്ത് ഒരു കാറ് വരുന്നുണ്ട്. കാറ് വന്നു കഴിഞ്ഞ് നേരെ ഉള്ളിലോട്ട് കയറ്റാനുള്ള ശ്രമമാണ്. ഈ ഫ്രണ്ട് ഓഫീസിൻ്റെ മുമ്പിൽ നിർത്താനുള്ള ശ്രമമാണ്. പക്ഷേ അത് സമ്മതിച്ചില്ല, സെക്യൂരിറ്റി സമ്മതിച്ചില്ല. അവിടെ എവിടെയെങ്കിലും പാർക്കിങ്ങിൽ ഇടാനുള്ള ഒരു സ്ഥലം കാണിച്ചു കൊടുത്താൽ അയാൾ പറഞ്ഞു, ഞാനിവിടെ നിർത്തുന്നില്ല, ഞാൻ ഈ ബാറിൽ കയറുന്നില്ല എന്നുള്ള രീതിയിൽ അയാൾ തിരിച്ച് ബാക്കോട്ട് എടുക്കുന്നു. സെക്യൂരിറ്റി മാറിയ സമയത്ത് നേരെ മുൻപിൽ കയറ്റി ആ ഫ്രണ്ട് ഓഫീസിൻ്റെ മുൻപിലോട്ട് ഇടുന്നു. അവിടെ വേറെ ബൈക്കുകൾ പാർക്ക് ചെയ്യുന്നത് ഒക്കെ ബാറിൽ വന്നവരാണ്, മദ്യപിക്കാൻ വന്നവരാണ്. അവർക്ക് എടുത്തു പോകാനുള്ള സ്ഥലമില്ല. ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞ് പോയി. അപ്പോൾ എന്താ, ആകെ 1-2 പെഗ് അടിച്ചാൽ മതി. അതിന് വേണ്ടിയിട്ടാണ് അയാൾ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആ റോഡിൻ്റെ ഏതെങ്കിലും സൈഡിൽ വണ്ടി ഇട്ടാൽ മതി. കാരണം ഇതിനകത്തോട്ട് പിന്നെ കുത്തി കയറ്റേണ്ട ഒരു കാര്യം അവിടെ വരുന്നില്ല. എന്നിട്ട് അയാൾ പോയി 2 മിനിറ്റ് 5 മിനിറ്റിനുള്ളിൽ അയാൾ വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ആ വണ്ടി റോഡിൽ ഇറക്കാൻ പെട്ട പാട്. കാരണം അങ്ങോട്ട് പോയ പോലല്ലോ ഇങ്ങോട്ട് വരുന്നു. ഇങ്ങോട്ടൊന്ന് ഓടിക്കുന്നു, അങ്ങോട്ടൊന്ന് ഓടിക്കുന്നു, അപ്പുറത്ത് ബൈക്ക് നിൽക്കുന്നു, അതിന് തട്ടാൻ പോകുന്നു, ഇങ്ങോട്ട് തട്ടാൻ പോകുന്നു. ലാസ്റ്റ് അതും ആ സെക്യൂരിറ്റി ഇറക്കി കൊടുത്തു. നമുക്ക് ആ ഒരു കാറിൻ്റെ ദൃശ്യം കൂടി കാണാം. ആളെ കിട്ടിയിട്ടില്ല, കാറിൻ്റെ ദൃശ്യം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഫോട്ടോ എടുത്ത് നോക്കട്ടെ. അല്ലേ, കണ്ടല്ലോ, ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ കോലം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇത് നിവൃത്തിയില്ലാത്ത വന്നപ്പോൾ ഇപ്പം ഒന്ന് വീഡിയോ ചെയ്യണമെന്ന് തോന്നി. ഇതിന് മുൻപേ ഇങ്ങനെയുള്ള ആളുകൾ വന്നിട്ടുണ്ട്, ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട്. മാനമായിട്ട് വെള്ളം അടിച്ച് പോകുന്നവരാണെങ്കിൽ മാനമായിട്ട് വെള്ളം അടിച്ച് പോയാൽ പോരെ. പിന്നെ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റിയുടെ കുതിര കയറാനോ തോളെ കയറാനോ ചാടി കയറാനോ പോകാണ്ട്. അങ്ങനെ വരുന്ന സമയത്താണ് ഈ സെക്യൂരിറ്റികളൊക്കെ ഇട്ടെറിഞ്ഞ് പോകുന്നത്. ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല, രാവിലെ ബാഗ് കൊടുത്ത് മുങ്ങും. അപ്പോൾ ആ ദൃശ്യം അതാണ് ഇപ്പോൾ ഇതിനൊന്ന് കൊടുക്കാൻ കാരണം. അപ്പോൾ നമുക്ക് ഞാൻ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള വണ്ടിക്കാർ വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ റോഡിൻ്റെ സൈഡിലിടുക, അല്ലെങ്കിൽ വണ്ടി കൊണ്ടുവരണ്ട, ഹെൽമെറ്റ് കുറേ കൊണ്ടുവരും. എന്നിട്ട് സെക്യൂരിറ്റിനെ നോക്കാൻ ഏൽപ്പിക്കുകയാണ്. ബൈക്ക് പാർക്ക് ചെയ്യും, എങ്ങനെയെങ്കിലും കൊണ്ട് ഈ പാർക്ക് ചെയ്തിട്ട് വെള്ളം അടിച്ചിട്ട് 1-2 അകത്താക്കണം. എന്നിട്ട് അത് നോക്കണം, ഇത് നോക്കണം, പച്ചമീനെ പച്ചക്കറി ഒക്കെ വാങ്ങിക്കെട്ടി വണ്ടിയെ കൊണ്ടുവരും, അല്ലെങ്കിൽ ബേക്കറി അത് നോക്കണേ.
ഇവരെന്തോ ഈ സെക്യൂരിറ്റി പറയുമ്പോൾ ഇവർ സെക്യൂരിറ്റിക്ക് എന്തോ കാര്യമായിട്ട് കൊടുക്കാൻ പോകണ പോലെയല്ല. എന്നിട്ട് എന്തിനാ തരാൻ പോകുന്നത്? ഒന്നും തരാൻ പോകുന്നൊന്നുമില്ല. ലാസ്റ്റ് തരുന്ന താങ്ക്സ് തരും. കാരണം സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റിക്ക് അവിടെ നിൽക്കാൻ സമയത്തില്ല. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കേണ്ടി വരും, ഒന്ന് പോകേണ്ടി വരും. പുറത്തോട്ട് ചിലപ്പോൾ കടയിലോട്ട് മാനേജർ പോകാൻ പറഞ്ഞാൽ പോകേണ്ടി വരും. അങ്ങനെ വരുന്ന സമയത്ത് ഇതാരും നോക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും ആ കാര്യങ്ങളൊന്നും സെക്യൂരിറ്റി കേൾക്കത്തില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ചോറ് കഴിക്കാൻ, ഉച്ചയ്ക്ക് പിന്നെ ഫുഡ് കഴിക്കാൻ പോകാൻ ലഞ്ചിൻ്റെ സമയമാകുമ്പോൾ ലഞ്ച് കഴിക്കാൻ പോകണം. അപ്പോൾ ഇത് നോക്കി നിന്ന് കഴിഞ്ഞാൽ സെക്യൂരിറ്റിക്ക് അത് നടക്കത്തില്ല. അത് റൂം എടുക്കുന്നവരായാലും പിന്നെ ബാറിൽ വരുന്നവരായാലും അല്ലെ റെസ്റ്റോറൻറ്റിൽ വരുന്നവരായാലും ഇതൊന്നും നോക്കണേ. ആര് നോക്കുന്നു? ഇതിനെന്താ വരുമാനം എന്താ? അപ്പോൾ ഒരു ബാറിൽ വരുന്ന ആളുകൾ അവരുടെ സാധനങ്ങൾ നോക്കുക. അതല്ലാതെ സെക്യൂരിറ്റി ഉണ്ടെന്ന് കരുതിയിട്ട് സെക്യൂരിറ്റി പിന്നെ എന്തിനാണ് അവിടെ നിൽക്കുന്നതെന്നുള്ള രീതിയിലുള്ള ചോദ്യം അത് വേണ്ട. ഒന്നെങ്കിൽ നിങ്ങൾ വണ്ടിയായിട്ട് വരിക, അല്ലെ വണ്ടി വേണ്ട, കൊണ്ടുവരണ്ട. എന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് വരുമ്പോൾ പോലീസുണ്ടോ. കാറുകാരായാലും ബൈക്കുകാരായാലും ഒക്കെ വണ്ടിയിൽ വരും, മദ്യപിച്ചിട്ടാണ് പോകുന്നത്. ഊതിക്കുമോ? ഞാൻ പറഞ്ഞ് എനിക്കറിയത്തില്ല. പോലീസ് ആ ജംഗ്ഷനിൽ എവിടെയെങ്കിലും ഉണ്ടാവും. കാരണം അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പോലീസിനെ പേടിയുള്ളവർ ഈ ബൈക്ക് കൊണ്ടുവരണം, അല്ലെ കാറ് കൊണ്ടുവരണം, നടന്നു പോകുന്ന പോരെ. അപ്പോൾ ഇങ്ങനെ കുറേ ആളുകളുണ്ട്. ഇത് എല്ലാ ബാറിലും ഉണ്ട്. നമ്മൾ കരുതി ഇവിടെ കുഴപ്പമില്ല, പക്ഷേ ഇവിടെയാണ് കൂടുതൽ കുഴപ്പം. ഇങ്ങനെയുള്ള ഉൾനാടുകളിൽ, എന്താ പുറത്തുള്ള ബാറുകളിൽ, ടൗണുകളിൽ ഇത്ര കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇങ്ങനെ ചോദിച്ചാൽ പറയും, ഇവിടെ ഒന്നും ഒരു കുഴപ്പമില്ല, ഇവിടെ എല്ലാവരും നിന്ന് പോണാണെന്ന് പറയും. പക്ഷേ അവിടെ നിൽക്കുന്ന ആ ഡ്യൂട്ടി എടുക്കുന്ന സെക്യൂരിറ്റിക്ക് അറിയാം അവിടുത്തെ ബുദ്ധിമുട്ട് എത്രയാണെന്നുള്ളത്. മനസ്സിലായില്ലേ? ഇങ്ങനെ കുറേ ആളുകളുണ്ട്. നാടിനും വീടിനും വേണ്ടാത്ത കുറേ ആളുകൾ രാവിലെ എന്തെങ്കിലും ഒരു ജോലിക്ക് പോകും, ഉച്ചയാകുമ്പോൾ പോരും, എന്നിട്ട് നേരെ വന്ന് വെള്ളം അടിക്കും, പിന്നെയും രാത്രി വെള്ളം. ചിലർ രാവിലെ തന്നെ ഒരു ജോലിക്കും പോകാത്തൊരു വൈകുന്നേരം വരെ ഒരു ഈ 11 ബാറിൻ്റെ സമയമാണെന്നുണ്ടെങ്കിൽ ഈ 12 മണിക്കൂറിനുള്ളിൽ ഒരു 4 പ്രാവശ്യം 5 പ്രാവശ്യമൊക്കെ വന്ന് വെള്ളം അടിച്ച് പോകുന്നവരുണ്ട്. അത് അവരുടെ ഇഷ്ടം. പക്ഷേ ഈ സെക്യൂരിറ്റിയുടെ ദേഹത്തോട്ട് കുതിര കയറേണ്ട കാര്യം എന്താ? ഇത് കുറേ വീഡിയോ ഞാൻ 1-2 വട്ടമായി ഇപ്പോൾ ഈ സെക്യൂരിറ്റികളുടെ വീഡിയോ തന്നെ ഇപ്പോൾ പല പ്രാവശ്യമായിട്ട് പല സൈറ്റുകളിലും ഉണ്ടായിട്ടുള്ള സംഗതി പറയുന്നു. അപ്പോൾ ഒന്നും കൂടി ചെയ്യണമെന്ന് തോന്നി. എത്ര പറഞ്ഞു കഴിഞ്ഞാലും ഇതിനൊന്നും സെക്യൂരിറ്റിക്ക് ഒരു സംഘടനയൊന്നുമില്ല. ഈ സെക്യൂരിറ്റികളുടെ ഏജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയും മാസം പിന്നെ കറങ്ങുന്ന ഫാനിൻ്റെ ചോട്ടിലിരുന്ന് ഓഫീസിൽ ഇരുന്നിട്ട് മാസം കമ്മീഷൻ കിട്ടിയാൽ മതി. സെക്യൂരിറ്റിയുടെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ള അറിയത്തില്ല. വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല. ഓഫീസിലേക്ക് വിളിച്ചാൽ ഫോൺ ഇല്ല, ഫോൺ കട്ട് ചെയ്യും. അവരുടെ നമ്പർ വിളിച്ചാൽ ഫോൺ എടുക്കില്ല. മനസ്സിലായില്ല? എന്തെങ്കിലും സൈറ്റിൻ്റെ ബുദ്ധിമുട്ട് പറയുകയാണെങ്കിൽ അവിടുന്ന് മാറ്റാൻ പറഞ്ഞാൽ അവർക്ക് ദേഷ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഇതുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു സെക്യൂരിറ്റിക്ക് ഒരു സംഘടനയോ അല്ലെങ്കിൽ ഈ സെക്യൂരിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ആരെങ്കിലും ഇത് മുന്നിട്ടിറങ്ങണം. എന്നാലും ഇത് കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഈ 15,000-14,000 രൂപയ്ക്ക് സാലറി തരുന്നത്, അതിലൊരു 20,000-25,000 രൂപയുടെ പണിയും ചെയ്യേണ്ടി വരും. മനസ്സിലായില്ലേ? 15,000 രൂപ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 500 രൂപയാണ് കിട്ടുന്നത്. 30, 500, 15,000. മനസ്സിലായില്ലേ? ഒരു മാസത്തിൽ 30 ദിവസം ഉണ്ടെങ്കിൽ ഇനി 31 ദിവസം ഉണ്ടെങ്കിൽ 15,000 കണക്കാക്കിയിട്ടാണ് തരുന്നത്. അപ്പോൾ ഈ 31 ദിവസം ആകുമ്പോൾ അത് 500 കുറച്ച് 400 സംതിങ് ആണ് അത് വരുന്നത് കണക്ക്. മനസ്സിലായില്ലേ? എങ്ങനെയായാലും 15,000 കണക്കാണ്. പക്ഷേ 15,000 കണക്കാണെന്നുണ്ടെങ്കിൽ തികച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു മാസം ഫുള്ളായിട്ട് മുഴുവനായിട്ട് ഡ്യൂട്ടി ചെയ്യണം. 4 ദിവസം ജോലി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ലീവ് എടുത്തു കഴിഞ്ഞാൽ പൈസ പോയില്ലേ? അപ്പോൾ ഇങ്ങനെ ചില ആളുകളുണ്ട് ഇങ്ങനെ ബാറിൽ വന്നിട്ട് ഇങ്ങനെ ഷൈൻ ചെയ്യാനുണ്ട്. അപ്പോൾ അവരെ പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചാണ്. ശരി, എന്നാൽ നിർത്തുന്നു. ഓക്കെ.